എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ശ്രീ TM സുരേഷ് കുമാർ സാർ, ഇവിടെ കരുണ ചിത്ര പ്രദർശനം ഔപചാരികമായി നമുക്ക് വേണ്ടി തുറന്നു തന്ന പ്രിയപ്പെട്ട ശ്രീ മനോജ് വേലൂർ, ഇവിടെ ഇന്ന് ആദരിക്കപ്പെടുന്ന മാവേലിക്കരയുടെ ഏറ്റവും പ്രിയങ്കരനായ, ഒരു പക്ഷേ 80-ന് അടുത്ത് മുകളിൽ പ്രായമുള്ള ഗുരുതുല്യനായ, നമുക്ക് ഏവർക്കും ഗുരുതുല്യനായ മാവേലിക്കര ജയദേവൻ സാർ, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ രാജ്ഞീല, പ്രിയപ്പെട്ട ആദരണീയയായ കവയത്രി ശ്രീമതി ബിന്ദു ആർ തമ്പി, ശ്രീമതി സുധാമോഹൻ, പ്രിയപ്പെട്ട കവയത്രി ശ്രീമതി സീനാരവി, ഇതിൻ്റെ മുഖ്യ സംഘാടകർ, നമുക്കൊക്കെ എത്രയും പ്രിയങ്കരരായ പാർത്ഥസാരഥി വർമ്മ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ സംഘാടകർ, നമ്മുടെ സദസ്സിനെ ധന്യമാക്കുന്ന പ്രിയങ്കരനായ അധ്യാപക ശ്രേഷ്ഠൻ പ്രിയപ്പെട്ട പ്രൊഫസർ VI ജോൺസൺ സാർ, എത്രയും ആദരണീയനായ മാവേലിക്കരയുടെ മുഖം ശ്രീ മധു ഇറവങ്കര സാർ, ഓണാട്ടുകര സാഹിതിയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം, പ്രിയങ്കരനായ സെക്രട്ടറി, ഓണാട്ടുകര സാഹിതിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള സുരേഷ് വർമ്മ സാർ, ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള പ്രിയപ്പെട്ട ഹരികുമാർ ചേട്ടൻ തുടങ്ങി, ശശികുമാർ ചേട്ടൻ, ക്ഷമിക്കണ ചേട്ടാ, അതേപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരായ മറ്റ് കവിശ്രേഷ്ഠർ ശ്രീ അനിൽ ഓച്ചിറ, ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ശ്രീമതി ഇന്ദിര അശോക്, ജിജി ഹസൻ, പ്രിയങ്കരിയായ എൻ്റെ സഹോദരി ഉഷ അനാമിക, നമുക്ക് എത്രയും പ്രിയങ്കരനായ ശ്രീ കുഞ്ഞുകുഞ്ഞ് സാർ, അതേപോലെ തന്നെ ശ്രീ ഷാജി കളിയച്ചൻ, സത്യൻ കോമല്ലൂർ തുടങ്ങി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയമുള്ളവരെ, ആശാൻ നമ്മുടെ മുന്നിൽ ഒരു സ്മൃതി ചിത്രമായി മാറിയിട്ട് നാളെയാകുമ്പോൾ 100 വർഷം തികയുകയാണ്. 1924 ഇന്ന് കുമാരകോടി എന്നറിയപ്പെടുന്ന പല്ലനയിൽ വെച്ച് അദ്ദേഹം ഓർമ്മയായിട്ട് 100 വർഷങ്ങൾ തികയുകയും നമ്മൾ 101-ാം വർഷത്തിലേക്ക് കടക്കുകയുമാണ്. നവോത്ഥാനം എന്ന വാക്ക് നമുക്കറിയാവുന്നതുപോലെ പറഞ്ഞ് ഏറെ ചർച്ച ചെയ്ത് ചർവണം ചെയ്യപ്പെട്ട് അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത എന്തോ ഒന്നായി മാറിയിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത്തരുണത്തിൽ നവോത്ഥാന സന്ദേശയാത്രയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. ആ പ്രസക്തി നമ്മൾ ഓരോരുത്തരും എത്രത്തോളം തിരിച്ചറിയപ്പെടുന്നു എന്നുള്ളതിലാണ് ഈ പരിപാടിയുടെ സംഘാടനം വിജയകരമാവുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഡായിട്ടുള്ള ഫോമിൽ നിന്നും, ഏറ്റവും അപരിഷ്കൃതമായ ഫോമിൽ നിന്നും ഇന്ന് നാം എത്തി നിൽക്കുന്ന 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ എത്തി നിൽക്കുമ്പോൾ മനുഷ്യ സമൂഹത്തിൽ ആകെ കൂടി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ ഒന്ന് അവലോകനം ചെയ്യുവാൻ ഈ സന്ദേശയാത്രയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാലിക പ്രസക്തി. നമുക്കറിയാവുന്നതുപോലെ കുമാരനാശാൻ ജീവിച്ചിരുന്ന 100 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളം നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളവരാണ്, അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരല്ല, വായിച്ചു മാത്രം അറിഞ്ഞിട്ടുള്ള ആളുകളാണ്. ജാതിയും നാടുവാഴ്ത്തവും ഒരുപക്ഷെ അതിന് കുറെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലാകെ നിലവിലുണ്ടായിരുന്ന അടിമ കച്ചവടവും ആകെക്കൂടി അപരിഷ്കൃതമായ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് ചിന്താധനന്മാരായ പ്രതിഭാശാലികളായ സമൂഹത്തെ സ്നേഹിക്കുന്ന ആത്യന്തികമായ മനുഷ്യത്വ ബോധമുള്ള മനുഷ്യ മതത്തെ സ്നേഹിച്ചിരുന്ന ആളുകളുടെ
കൂട്ടായ്മയിലൂടെ, ചിന്തകളിലൂടെ, അവരുടെ ആചരണങ്ങളിലൂടെ, അവരുടെ ജീവിതത്തിലൂടെ നമ്മുടെ കേരളത്തെ ആകെ, ഇന്ത്യയെ ആകെ, ലോകത്തെ ആകെ മാറ്റിമറിച്ച് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന കാലം എത്രത്തോളം സ്ഫുടം ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ സ്ഫുടം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ സമൂഹം യഥാർത്ഥത്തിൽ എത്രത്തോളം സ്ഫുടം ചെയ്യപ്പെട്ടിട്ടുണ്ട്? നമുക്ക് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 1924 ഇദ്ദേഹം മരണപ്പെട്ട ശേഷം അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും മാധ്യമങ്ങളിലൂടെ അയച്ചു കിട്ടുന്നുണ്ട്, അല്ലെ? പലരും അത് കണ്ടിട്ടുണ്ടാവും. 17-ാം തീയതി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ 16-ാം തീയതി ഉണ്ടായിട്ടുള്ള അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളവരുടെ പേര് വിവരങ്ങളിൽ 1-2 പേരുടെ ഈഴവ കവിയും സ്കോളറുമായിട്ടുള്ള മഹാകവി എന്ന് വാക്ക് ഉപയോഗിച്ചിട്ടില്ല, ഒരു കുമാരനാശാൻ, വൺ കുമാരനാശാൻ. ആ ഇംഗ്ലീഷിലാണ് അത് എഴുതിയിരിക്കുന്നത്, വൺ കുമാരനാശാൻ, അല്ലേ? അവിടെ മരണപ്പെട്ടവരുടെ എണ്ണം കണക്കാക്കിയിരിക്കുന്നത് 20. ഒരു നമ്പൂതിരി, ഇത്ര നായന്മാർ, ഇത്ര ആശാരിമാർ എന്ന കണക്കാണ്. അന്നത്തെ ആ കാലയളവിലെ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. 1924 വെച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ മനുഷ്യനെ കണക്കാക്കിയിരിക്കുന്നത് അവന്റെ ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ അവിടെ നിന്നൊക്കെ ഒരു 100 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി മുന്നോട്ട് പോകുന്നു, യാതൊരു തർക്കവുമില്ല. ഇന്ന് അങ്ങനെ ആരും പറയാറില്ല, അല്ലേ? ആരും ജാതിയുടെ അടിസ്ഥാനത്തിലല്ല മരണപ്പെട്ടവരുടെ എണ്ണം കണക്കാക്കുന്നത്. ഒരു ചൂരൽമലയിലുണ്ടായ, ഇപ്പൊ നമ്മൾ അടുത്ത കാലത്തുണ്ടായ ആ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കണക്ക് എടുത്തപ്പോ ഇത്ര നായരെന്നോ, ഇത്ര ഈഴവനെന്നോ, ഇത്ര ക്രിസ്ത്യാനിയെന്നോ പറഞ്ഞിട്ടല്ല. 100 വർഷത്തിനിപ്പുറം അത്രത്തോളം മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ നവോത്ഥാന സന്ദേശ യാത്രയുടെ ഏറ്റവും പ്രാമുഖ്യമായ വശം എത്രത്തോളം നാം ആ കാലയളവിൽ നിന്ന് 100 വർഷത്തിന് ഇപ്പുറം എത്തിച്ചേർന്നപ്പോൾ എത്രത്തോളം നമ്മളെ സ്ഫുടം ചെയ്തു, എത്രത്തോളം സമൂഹത്തെ സ്ഫുടം ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഒരു ശസ്ത്രക്രിയയും പരിശോധനയും തന്നെയാണ് ഈ നവോത്ഥാന സന്ദേശ യാത്ര മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയാതിരിക്കുവാനാവില്ല. ഞാൻ മുമ്പേ സൂചിപ്പിച്ച നിങ്ങൾക്കറിയാവുന്നത് പോലെയുള്ള ജാതീയതയും നാടുവാഴിത്തവും അടിമക്കച്ചവടവും ഒക്കെ ഒരു 100 വർഷത്തിനിപ്പുറം മാറി മറിഞ്ഞെങ്കിലും ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില അനാചാരങ്ങളും, അതിന് ഏതൊക്കെ പേരിട്ട് വിളിക്കാമോ അതൊക്കെ ആയിക്കൊള്ളട്ടെ, അന്ധവിശ്വാസങ്ങളും ഇപ്പോഴും നമ്മുടെ മനസ്സിനെയൊക്കെ കുറെയെങ്കിലും ഇരുട്ടാക്കുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാം ഇപ്പോ ഇവിടെ ഇരിക്കുന്ന ഈ സമൂഹം മുഴുവൻ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും കോറായിട്ടുള്ള, അല്ലെ, നല്ലവണ്ണം സംസ്കരിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ എന്നുള്ള ധാരണയിൽ തന്നെയാണ് നമ്മൾ ഇവിടെ എല്ലാം ഇരിക്കുന്നത്. കവിശ്രേഷ്ഠന്മാരായിട്ടുള്ള, കവിയത്രികളായിട്ടുള്ള, അല്ലെ, ആസ്വാദകരായിട്ടുള്ള, നമ്മുടെ നാട്ടിലെ ഏറ്റവും ക്രീമി ആയിട്ടുള്ള, ഏറ്റവും ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് തന്നെ നമ്മളോട് തന്നെ സ്വയം ചോദിക്കാം, നാം ആത്യന്തികമായി മനുഷ്യമതത്തിൽ വിശ്വസിക്കുന്നവരാണോ, അതോ നാം ഒക്കെ ജനിച്ചു വീണ യഥാർത്ഥ മതത്തിന്റെയും അതിലെ എല്ലാ തരത്തിലുമുള്ള അഴുക്കുകളുടെയും ആശയങ്ങളെ പേറുന്നവരാണോ? നമുക്ക് ഇനിയും ഒട്ടേറെ മുന്നോട്ട് പോകുവാനുണ്ട്. ഒരു സമൂഹം എന്നുള്ള നിലയിൽ കേരളത്തിന് ഇനിയും ഒട്ടേറെ മുന്നോട്ട് പോകുവാനുണ്ട്. ഇന്ത്യക്ക് ഇനിയും ഏറെ മുന്നോട്ട് പോകുവാനുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികമായ വശത്തെ ഏറെ പ്രകീർത്തിച്ചു കാണുന്നുണ്ട്. പക്ഷേ ഇന്നും അതിന്റെ ഉൾത്താരയിലേക്ക്, ഉൾക്കാമ്പിലേക്ക് നമ്മൾ നടന്നു ചെല്ലുമ്പോൾ, ചിന്തിച്ചു ചെല്ലുമ്പോൾ ഇപ്പോഴും ഏറ്റവും അപരിഷ്കൃതമായ ഒരു സമൂഹത്തിന്റെ എല്ലാ വശങ്ങളും, എല്ലാ ദുർഗുണങ്ങളും നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും മ്ലേച്ഛമായ സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഇന്ത്യ ഭൂമിയിൽ മാത്രമേ കാണുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളൊക്കെ ഇനിയും ഏറെ സ്ഫുടം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു, അല്ലേ? നമ്മളിപ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ, ഞാൻ ഒരുപാട് പരത്തി പറഞ്ഞു പോകുന്നില്ല, ഉദ്ഘാടന പ്രാസംഗികൻ എന്നുള്ള നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ് ഈ നവോത്ഥാന സന്ദേശയാത്രയുടെ ഇന്നത്തെ പ്രസക്തി
നിങ്ങളിലേക്ക് ഒരു ഓർമ്മയായി, ഒരു ചിന്തയായി കൊണ്ടുവരേണ്ടത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ കാര്യങ്ങളെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഏറെ സമയമെടുക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടനയാണ് നമ്മുടെ ആത്യന്തികമായ വിശുദ്ധ ഗ്രന്ഥമെന്ന് ഓരോ ഭാരതീയനും വിശ്വസിക്കുന്ന, ഓരോ ഭാരതീയനും അവന്റെ ജീവിതത്തിലേക്ക് പകർത്തുന്ന, മതങ്ങൾക്കും ജാതികൾക്കും അതിനപ്പുറമുള്ള എല്ലാ തരത്തിലുമുള്ള വിഭാഗീയതകൾക്കും അതീതമായി ആത്യന്തികമായ മനുഷ്യ സ്നേഹത്തെ പ്രകീർത്തിക്കുന്ന ഒരു കവിയായിരുന്നു കുമാരനാശാൻ. ഞാൻ അത് പറയുവാനാണ് ഉദ്ദേശിച്ചത്. സ്നേഹത്തെ സംബന്ധിച്ച് ഇത്രത്തോളം പാടിയ കവി, അല്ലെ, സ്നേഹഗായകൻ. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ഓരോ കവിതയും ഓരോ കാര്യങ്ങളും എടുത്ത് നമുക്ക് ചർച്ച ചെയ്യുകയാണെങ്കിൽ ദിവസങ്ങളോളം വേണ്ടിവരും അതിന്റെ പ്രസക്തി എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ ഒന്നും കടന്നു പോകുന്നില്ല. ഈ നവോത്ഥാന സന്ദേശ യാത്രയുടെ പ്രസക്തി ഇത്ര മാത്രമാണ്. കഴിഞ്ഞ 100 വർഷത്തിന് ശേഷം മഹാകവി കുമാരനാശാൻ നമ്മുടെ സമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമ്മിലേക്ക് നൽകിയിട്ടുള്ള ആ വലിയ നവോത്ഥാന മൂല്യങ്ങൾ, പുതിയ ഉയർപ്പിന്റെ നവോത്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ അത് മാത്രമാണ് അർത്ഥമാക്കുന്നത്. പുതിയ ഉയർപ്പ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ യഥാതഥമായ ആ നന്മകളിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്ന് തന്നെ പറയുന്നത്. ഈ നവോത്ഥാന കാലഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചു വരുന്ന ഇത്രയും മാത്രമാണ്. നമ്മളിൽ എത്രത്തോളം മാറ്റം വരുത്തിയിട്ടുണ്ട്. ഭരണഘടനയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ പ്രജയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയെ എത്രത്തോളം മുഖപ്പിടിക്കുന്നുണ്ട്. മറ്റു തരത്തിലുള്ള താല്പര്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഇന്ത്യൻ ആർട്ടിക്കിളിന്റെ 51H എന്ന് പറയുന്ന ഒരു പ്രൊവിഷനുണ്ട്. ശാസ്ത്രീയമായ അടിത്തറയുടെ അടിസ്ഥാനത്തിൽ നമ്മളിലെ ചിന്തകളെ എല്ലാ തരത്തിലും കരുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമായി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51ന്റെ H എന്ന് പറയുന്നത്. ശാസ്ത്രീയ അവബോധത്തോടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വവും പരമാധികാരവും ഉറപ്പുവരുത്തുവാനുള്ള ഓരോ പൗരന്റെയും ധർമ്മം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട വാർത്ത കണ്ടിട്ടുണ്ട്. അതിലൊന്നും ഞാൻ എന്താ പറയാ, സമാധി ഇരുത്തുന്നതും അതേപോലെ തന്നെ സമൂഹത്തിന് ഏറ്റവും മോശമായിട്ടുള്ള വശങ്ങളും ഒക്കെ തന്നെ. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്തുവാനായിട്ട് ഞാൻ പറയുകയില്ല. ഇവിടെ ഏറ്റവും പ്രസക്തമാണ് എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. ശാസ്ത്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിമറിക്കപ്പെടുന്ന ഒരു സമൂഹത്തിനല്ലാതെ കേരളത്തെയും ഇന്ത്യയും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അത്തരത്തിലേക്ക് പുതിയ തലമുറയെ ഒരുക്കുന്നതിന്, വാർത്തെടുക്കുന്നതിന് ഈ നവോത്ഥാന സന്ദേശ യാത്ര തുടക്കം കുറിക്കട്ടെ. അതൊരു ചിന്തയായി, നമ്മളൊരു ചെറിയ യാത്രയാണ്. കായിക്കരയിൽ നിന്ന് പല്ലന വരെയുള്ളത് ഒരു ചെറിയ യാത്രയാണെങ്കിലും ഇത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തു നിന്നും വടക്കേ അറ്റം വരെയുള്ള ഒരു വലിയ മഹത്തായ യാത്രയായും ഇത്തരത്തിലുള്ള ഒരു